ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിലേക്കാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്ന കാര്യങ്ങൾ, വൈകാരികപരമായിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവർ ഏതൊക്കെ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു സ്നേഹിക്കുന്ന പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. അവരുടെ പേരാണെന്നുണ്ടെങ്കിലും അവരുടെ മുഖമാണെന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് കൊണ്ടുവരിക. എനർജി ആയിട്ട് ബാലൻസ് ആവുക. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതലൊക്കെ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച്, പേഴ്സണൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ത്രീ ഓഫ് കപ്സ്, ജസ്റ്റിസ്, സിക്സ് ഓഫ് വാൻഡ്സ്, സൺ എനർജി, ചാരിയറ്റ്, എയ്റ്റ് ഓഫ് വാൻഡ്സ്, ഫൂൾ എനർജി, ടവർ, magician, three of swords, ten of cups, knight of cups, the lovers, nine of swords, two of cups, four of wands, ten of wands, world energy. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ആരുടെയൊക്കെ വ്യക്തിയുടെ എനർജി ആണോ ഇതിൽ കണക്ട് ആയിരിക്കുന്നത്, ആ ഒരു വ്യക്തികള് നിങ്ങളുമായിട്ട് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരും ആയിരിക്കാം. അപ്പൊ സാഹചര്യം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു അകൽച്ചയിൽ മനസ്സുകൊണ്ട് ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ആ ഭയങ്കരമായൊരു വേദന, നിങ്ങൾ അവരുടെ കൂടെ ഇല്ലാത്ത ഈ ഒരു നിമിഷങ്ങൾ, അവർ കടന്നു പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അവരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഫാമിലി റിലേറ്റഡ് ആയിട്ടായിരിക്കാം, അവരുടെ കുടുംബപരമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലായിരിക്കാം ഒരുപാട് തകർച്ചകൾ. എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ ഒരു ലെക്ക് ആയിരുന്നു എന്നുള്ള രീതിക്ക് ഇവർക്ക് ചിന്തിക്കാൻ മാത്രമുള്ള തകർച്ചകള്, പ്രശ്നങ്ങള്, സ്ട്രഗിളിങ്സ് ഇതെല്ലാം അവർക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനൊരു നേരിടല് കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് എന്ത് സിറ്റുവേഷന്റെ പേരിൽ ഇറങ്ങിപ്പോയവരാണ് എന്നുണ്ടെങ്കിലും വളരെ നിരാശയോടുകൂടി അല്ലെങ്കിൽ ഒരുപാട് വേദനിക്കുന്ന മനസ്സോടുകൂടി തന്നെ അവരിപ്പോ നിങ്ങളെ ഓർത്ത് ആ ഒരു കുറ്റബോധത്താൽ നീറുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇവിടെ കറന്റ് തോട്ട്സ് നോക്കുമ്പോൾ മെയിൻ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളെ ഓർത്ത് കുറ്റബോധത്തോടു കൂടി നീറുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ്. ഭയങ്കരമായൊരു ഹൃദയം നോവുന്ന വേദന, അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിലേക്ക് ഒരേ സമയം ഒരുപാട് അമ്പുകൾ തറഞ്ഞു വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുക, അത്രയും വേദനകൾ സഹിക്കുന്നുണ്ട്. നിരാശ എന്ന് പറയുമ്പോൾ പ്രസൻസ് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ചെയ്തത് വലിയൊരു തെറ്റായിരുന്നു എന്നൊരു തിരിച്ചറിവ്, നീതിപൂർവം പ്രവർത്തിക്കാതിരുന്നതിന്റെ തിരിച്ചടിയാണ് തന്റെ ജീവിതത്തിൽ തനിക്കിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ്, അത് തന്നെയാണ് അവർക്ക് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ബോട്ട് ഓഫ് ദി ഡെക്ക് ആണെങ്കിലും സ്ട്രെങ്ത് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പൊ നിങ്ങളോട് ഭയങ്കരമായിട്ട് അവർ ഇമോഷൻസോ കാര്യങ്ങളൊന്നും എക്സ്പ്രസ് ചെയ്യാതെ നിന്നവരാണെങ്കിൽ ഇപ്പൊ നിലവിൽ അവർ അങ്ങനെ തന്നെ ഇരിക്കാനുള്ള സാധ്യതകളാണ്. സ്നേഹവും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ അതൊന്നും എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ എക്സ്പ്രസ് ചെയ്യാത്തതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവർ അവരുടെ ജീവിതത്തിൽ തന്നെ ഇപ്പൊ സ്റ്റക്കായി നിൽക്കുന്ന സാഹചര്യമാണ്. സ്വന്തം ജീവിതത്തിൽ തന്നെ തിരിച്ചടികളോ കാര്യങ്ങളൊക്കെ ഒരുപാട് നേരിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പാടുപെടുന്നുണ്ട്. പക്ഷെ ഒരു കംപ്ലീറ്റ് പരിവർത്തന സ്റ്റേജിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ തന്നെ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ അവരെ തന്നെ ഒരുപാട് മാറ്റുന്നുണ്ട്. അതായിരിക്കും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വന്നിരിക്കുന്ന ഒരു മെസ്സേജ്. അവർക്ക് അങ്ങനെ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ആ ഒരു പഴയ സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു ബോണ്ടിങ് അതൊക്കെ നിലനിർത്തണം. അതുപോലെ നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ രീതിയിലും വന്ന് സറണ്ടർ ആവണം എന്നൊരു ആഗ്രഹം. സറണ്ടർ ആവുക എന്ന് പറയുമ്പോൾ ഇവർ എന്തെങ്കിലും കാര്യങ്ങൾ
നിങ്ങളോട് തെറ്റ് ചെയ്ത വ്യക്തികളൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻസ് എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് വൈകാരികപരമായിട്ട് തന്നെ ആ ഒരു റിവീൽ ചെയ്ത് എല്ലാ രീതിക്കും നിങ്ങളോടൊരു ക്ഷമാപണം നടത്തുക. അപ്പൊ ഒരു സമയത്ത് ഭയങ്കരമായിട്ടൊരു ഗർജിക്കുന്ന സിംഹം പോലെ അത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ ഭയങ്കര ഒരു ഭീകര രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന വാക്കുകൾക്കൊന്നും ഒരു വാല്യൂ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ ഭയങ്കരമായിട്ട് എടുത്തുചാട്ടം ദേഷ്യം കാര്യങ്ങൾ അങ്ങനെ മാത്രം കാണിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരിപ്പോ ഭയങ്കരമായിട്ടൊന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അവര് ഒതുങ്ങുക എന്ന് പറയുമ്പോൾ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അവര് പൂർണ്ണമായിട്ടും മാറി അവർ ഭയങ്കര പച്ചപ്പാവം പോലെയായി അങ്ങനെയല്ല. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചിരിക്കുന്നു. ജീവിതം അവരെ ഒരുപാട് മാറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും സ്നേഹമൊക്കെ ആണെന്നുണ്ടെങ്കിലും പ്രകടമായിട്ട് തന്നെ നൽകണം എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് മാറിയിരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് സമീപിക്കണം എന്ന് അവർ മനസ്സുകൊണ്ട് ഒരുപാട് ഇവിടെ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നിലച്ചു പോയ ഒരു ബന്ധമൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ പോലും അവിടെ നിന്നും സ്വന്തമായിട്ട് തന്നെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒന്ന് എഫേർട്ട് എടുത്തിട്ട് വീണ്ടും അതിനെ ഒന്ന് ബിൽഡ് ചെയ്തെടുക്കണം. ഇത് പൂർണ്ണമായും തകരാനായിട്ട് അവരിപ്പോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോ തകർന്നു പോയ ബന്ധമാണെങ്കിൽ പോലും അവിടെ നിന്ന് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ചിന്തിക്കുന്നത്. വളരെയധികം ഒരു ആത്മാർത്ഥമായ സ്നേഹം, ആത്മാർത്ഥമായ ഒരു പ്രണയം, ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ അത്രയും നിങ്ങളെ ആത്മാർത്ഥമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിലേക്ക്. ആത്മാർത്ഥമായ ഒരു പ്രണയവും സ്നേഹവും നിങ്ങളോട് തോന്നുന്നുണ്ട്. ഭയങ്കരമായ ഒരു അട്രാക്ഷൻ കാര്യങ്ങളെല്ലാം അവർക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. ഈ ഒരു കുറ്റബോധം തന്നെയാണ് അവരെ നിങ്ങളിലേക്ക് ഇപ്പോൾ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ വേദനിപ്പിച്ച് പോയ ഒരു വ്യക്തിയെ ഓർത്ത് നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസ് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോഴും നിങ്ങൾ സറണ്ടർ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വേദനകൾ യൂണിവേഴ്സ് ഏറ്റെടുത്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങളിലേക്ക് തിരിച്ചു തരാൻ പോകുന്ന ഒരു എന്താ പറയാ നിമിഷങ്ങളിലൂടെയാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇപ്പൊ കടന്നു പോകുന്നത്. നമുക്ക് എന്തായാലും ഒരു സ്പ്രെഡുകളായിട്ട് തന്നെ പറയാം. ഈ ഒരു ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ രീതിയിലും നീതി നടപ്പിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾക്ക് വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് വെറുതെ ഒരു കമ്മ്യൂണിക്കേഷൻ ആവണം എന്നില്ല. ഒരു തുറന്ന സംസാരം, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ, എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് വളരെ ക്ലാരിറ്റിയോട് കൂടി ഒരു വിജയം വേണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അവർ വരുന്നത്. അവരിൽ നല്ലൊരു കോൺഫിഡൻസ് ഈ ഒരു സമയത്ത് ആ ഒരു കാര്യത്തിന്മേൽ കാണുന്നുമുണ്ട്. ചിലപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഇവരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ആ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി നൽകാതെ പോയവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ടും ഇവരോട് ഭയങ്കരമായിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാതെ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുള്ളത് നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ പറഞ്ഞിട്ടും ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു കോൺഫിഡൻസ് വരുന്നത്. കാരണം നിങ്ങൾക്കൊരു ക്ലാരിറ്റി നൽകാൻ ഇവർ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവർക്ക് കഴിയും എന്നുള്ള വിശ്വാസം. കാരണം ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അപ്പൊ അതിലാണ് ഇപ്പൊ ഒരു കളങ്കം കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ തിരിച്ചു പിടിക്കാനായിട്ട് കഴിയും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് അവരിപ്പോ നിൽക്കുന്നത്. അവരുടെ ഇമോഷൻസിനെയൊക്കെ അവർ കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെ അവിടെ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഈഗോ ആയിക്കൊള്ളട്ടെ, എടുത്തുചാട്ടം ആയിക്കൊള്ളട്ടെ, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന രീതികളായിക്കൊള്ളട്ടെ, അതിനെയൊക്കെ കൺട്രോൾ ചെയ്ത് അല്ലെങ്കിൽ അതിനെയെല്ലാം മാനേജ് ചെയ്ത് പുതിയൊരു രീതിയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ഡയറക്ഷനിലൂടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോവുക. ചിലവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിങ്ങൾ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒക്കെ ആവാൻ സാധ്യതകളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് ഒരു യാത്ര ഇവിടെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ വരിക, ആ ഒരു രീതിയിലൊക്കെ കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ഫാമിലി ലൈഫ് ആവാനും സാധ്യതകളുണ്ട്. കാരണം ഇവിടെ കുട്ടികളുടെയൊക്കെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു മാരേജ് എനർജി വന്നിട്ടുണ്ട്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ടാകാം. വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോഴേക്കും കമ്മിറ്റ്മെന്റ്, ഒരുമിച്ച് ജീവിക്കുന്നതാണെങ്കിലും ആ ഒരുമിച്ചുള്ള ജേർണി കൂടുതലും നമുക്കൊരു ഫ്രണ്ട്ഷിപ്പിന്റെ എനർജി അല്ല വരുന്നത്. ഒരുമിച്ചുള്ള ആ ഒരു ലോങ് ടേം ആയിട്ട് ഒന്നിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവർ വളരെയധികം ആധികാരികപരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇവർ വളരെയധികം ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ത് കാര്യങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിലും വളരെ പ്ലാനിങ്ങോട് കൂടി ചിന്തിച്ച് കൂട്ടി അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ നിലവിലെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ അവരുടെ കണക്കുകൂട്ടലുകൾ പൂർണ്ണമായും തെറ്റിയിട്ടാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ എങ്കിലും നിങ്ങളുടെ കാര്യത്തില് ഇനി അതൊരിക്കലും തെറ്റരുത് എന്നുള്ളൊരു നിലപാടോട് കൂടി തന്നെ അവർ വളരെ കാര്യമായിട്ട് തന്നെ ഇവിടെ പ്ലാനിങ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്.
ഈ ഒരു റിലേഷൻഷിപ്പിൽ എല്ലാ രീതിയിലും ഒരു വിജയം അല്ലെങ്കിൽ ആ ഒരു നീതി നടപ്പിലാക്കി ഇതിനെ നല്ല രീതിക്ക് ബാലൻസ് ചെയ്യണം. നീതി നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അർഹമായ സ്നേഹത്തെ ഇവര് നിങ്ങളിലേക്ക് നൽകാതെ തട്ടി മാറ്റിയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതേ ആ ഒരു പഴയ ബോണ്ടിങ് വേണമെന്ന ആഗ്രഹത്തോടു കൂടി ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തന്നെ നൽകുക. നീതിപൂർവ്വം ന്യായപൂർവ്വം മാത്രം റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കുക. ഒരു കള്ളമോ ചതിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ബന്ധത്തിൽ പ്രവർത്തിക്കുക. എല്ലാ രീതിയിലും ഒരു പ്രകാശം ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ സൺ എന്ന് പറയുമ്പോൾ സക്സസ് ആണ്, ഒരു ഹാപ്പിനെസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പല പല കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും അതെല്ലാം പറഞ്ഞു തീർത്ത് ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനെയെല്ലാം സൈഡിലേക്ക് വെച്ച് ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ ചാപ്റ്റർ, അതായത് ആ ഒരു പാസ്റ്റ് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ പ്രസന്റിനെയും ഫ്യൂച്ചറിനെയും എഫക്ട് ചെയ്യാത്ത രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് ഒരു പുതിയ തുടക്കം വേണമെന്നൊരു ആഗ്രഹം തന്നെയാണ് അവരിലുള്ളത്. അതിന് ആരൊക്കെ തടസ്സങ്ങൾ നിന്നാലും അതൊന്നും അവർക്ക് പ്രശ്നമല്ല. നിങ്ങളുടെ ഒരു സപ്പോർട്ട് മാത്രം അവർക്ക് മതി. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഫാമിലി ഒക്കെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്ന ബന്ധങ്ങളും ഉണ്ടായിരിക്കാം, മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം. അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അവര് അവഗണിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്താൻ തയ്യാറാണ്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് വേണം എന്നുള്ള അതിയായ ആഗ്രഹം അവരിലുണ്ട്. ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു അകൽച്ചയും ആ ഒരു അകൽച്ചയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടേതായ സ്ട്രഗിളിങ്സ്, നിങ്ങളും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ സ്നേഹവും കാര്യങ്ങളൊന്നും പുറമേ കാണിക്കുന്നില്ലെങ്കിൽ പോലും അവരും ഈ ഒരു സമയത്ത് എന്തായാലും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു വേദനകൾക്കെല്ലാം പൂർണ്ണമായിട്ടും ഒരു പര്യവസാനം വേണം. ഇനിയും ഈ ഒരു ഭാരവുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ വയ്യ എന്നുള്ള രീതിക്കാണ് അവർ ചിന്തിക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ എനർജിയിലേക്ക് അട്രാക്ട് ചെയ്യുക, അതുപോലെ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്നൊക്കെ പറയുമ്പോഴേക്കും അത്ര ഒരു അകൽച്ച കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഈ ഒരു വ്യക്തിയെ ഓർത്തിരിക്കുന്നുണ്ടോ, ഇവർ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുമോ? ഉള്ളിന്റെ ഉള്ളുകൊണ്ട് ഇവർക്കൊരു വിശ്വാസമൊക്കെ ഉണ്ട് പൂർണ്ണമായിട്ടും ഇവരെ നിങ്ങൾ മറന്നു പോകില്ല എന്നുള്ളത്. പക്ഷെ എങ്കിലും അവർ നിങ്ങളെ സ്പൈ ചെയ്യാന്ന് പറയുമ്പോഴേക്കും അന്വേഷിക്കുക, നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല അതിയായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിൽ ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ് ഉള്ള ബന്ധം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ എനർജി ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഓർക്കാതിരിക്കുന്ന സമയങ്ങളിൽ പോലും പെട്ടെന്ന് ഇവരുടെ ഓർമ്മകൾ വരിക, നിങ്ങളുടെ ബോഡിയിൽ തന്നെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉറക്കത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നിങ്ങൾ ഇവരുടെ ഓർമ്മകളിൽ ഞെട്ടി എണീക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇവിടെ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട്. ഇവർ കുറ്റബോധത്തോടു കൂടി ഓരോ സമയത്തും അതിപ്പോ ഡേ ടൈമിലായിക്കൊള്ളട്ടെ നൈറ്റ് ടൈമിലായിക്കൊള്ളട്ടെ ഒരുപാട് നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. വേദനയോടുകൂടി തന്നെ ഓർക്കുകയാണ്. അവരുടെ സ്നേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ടും നൽകാനും അതുപോലെ നിങ്ങളുടെ സ്നേഹത്തെ, അവർ നിഷേധിച്ച നിങ്ങളുടെ സ്നേഹത്തെ വളരെ പെട്ടെന്ന് സ്വീകരിക്കാനായിട്ടും അവരുടെ മനസ്സിപ്പോ ഒരുപാട് നോവുന്നുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പരസ്പരം ആ ഒരു കണക്ഷൻ നിലനിർത്തണം എന്നുള്ളൊരു ആഗ്രഹം. അതിനുവേണ്ടി അതും സ്വന്തമായിട്ട് എഫേർട്ട് എടുക്കുക. അതായത് ഇവര് തന്നെ എല്ലാ എഫേർട്സും എടുത്തോളാം, ഇവര് തന്നെ കമ്മ്യൂണിക്കേഷൻ നടത്താനാണെങ്കിൽ നിങ്ങളിലേക്ക് അങ്ങോട്ടേക്ക് വന്നോളാം എന്നുള്ളൊരു മെന്റാലിറ്റി തന്നെ ഇവിടെ കിട്ടുന്നത്. സന്തോഷകരമായ ഒരു പരിസമാപ്തി തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയിൽ ഇപ്പൊ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോ ഒരു സമയത്ത് വളരെ പാഷനേറ്റ് ആയിട്ട് മുന്നോട്ടേക്ക് രണ്ടുപേരും മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചൊരു ബന്ധം തന്നെ ആയിരിക്കാം നിങ്ങളുടേത്. അതിലായിരിക്കാം ഈ ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ നിലവിൽ നിങ്ങളുടെ വ്യക്തിക്ക് അവരുടെ ജീവിതത്തിൽ നിങ്ങളെ മിസ്സാക്കി കളഞ്ഞത്, അല്ലെങ്കിൽ അവരെ മിസ്സാക്കി കളഞ്ഞതാണ് എന്നൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മിസ്സാക്കി കളയാൻ അവർ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ മനസ്സ് അനുവദിക്കുന്നില്ല. എത്രയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും എത്രയൊക്കെ അകൽച്ച നിങ്ങളുടെ ബന്ധത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അതിനെ സ്വയമേ തന്നെ നേടിയെടുക്കാനായിട്ട് അവർ തയ്യാറാണ് എന്നുള്ള രീതിക്ക്, അല്ലെങ്കിൽ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവർ ഭയങ്കരമായിട്ട് ഇവിടെ ചിന്തിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സെലിബ്രേഷൻ വളരെ പെട്ടെന്ന് തന്നെ നടത്തണം. ആ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരണം. ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ഒന്നുചേരലാണ്. നിങ്ങളുമായിട്ട് വളരെ പെട്ടെന്ന് ഒന്നുചേരണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇവരിൽ കാണിക്കുന്നത്. കാഴ്ചപ്പാടുകൾക്കും ചിന്താഗതികൾക്കും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റങ്ങൾ വന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരുടെ ആ ഒരു ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവത്തെ പോലും അവരിപ്പോൾ കുറച്ചധികം മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്.
അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു നിലനിൽപ്പ് വേണം, അല്ലെങ്കിൽ വളരെയധികം സ്ട്രോങ് ആയിട്ട് ഈ ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നൊരു ആഗ്രഹം. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം അവരിൽ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെ അവർ ആഗ്രഹിക്കുമ്പോൾ അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തിരുത്താൻ തയ്യാറാവണം. ആ ഒരു തെറ്റല്ലെങ്കിൽ അവർക്കറിയാം അവരുടെ ആ ഒരു ക്യാരക്ടർ കൊണ്ടിട്ട് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ ചിലപ്പോൾ നിങ്ങൾ ആദ്യ സമയങ്ങളിൽ ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടും നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ തയ്യാറായിട്ടുണ്ടാവും. പക്ഷെ ഇവരുടെ ഈഗോയോ അല്ലെങ്കിൽ ഇവരുടെ എടുത്തുചാട്ടം കൊണ്ടോ ഇവർ അതിന് ആദ്യ സമയങ്ങളിൽ തയ്യാറെടുപ്പ് കാണിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ അവർക്കത് മനസ്സിലാകുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ സ്വയം നഷ്ടപ്പെടുത്തി കളഞ്ഞതാണ്. അപ്പൊ ഇനി അങ്ങനെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ വേണ്ടി തന്നെയാണ് അവരുടെ ഇമോഷൻസിനെ അവർ കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു പഴയ കാലങ്ങളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഓർക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു പഴയ എന്താ വെച്ചാൽ നിങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ താമസിച്ച് ജീവിച്ച ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് യാത്രകൾ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ സംസാരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായിരുന്ന ഓരോ നിമിഷവും അവരിപ്പോൾ ഓർത്തോർത്ത് മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു മെമ്മറീസ് ഒക്കെ ഭയങ്കരമായിട്ട് മനസ്സിലേക്ക് വരുന്നുണ്ട്. വളരെയധികം ഒരു നിഷ്കളങ്കമായ മനസ്സോടുകൂടി തന്നെ ഓർക്കുന്ന ഒരു അവസ്ഥ. എന്ന് വെച്ചാൽ അവരുടെ കളങ്കങ്ങളെല്ലാം ഇവിടെ പൂർണ്ണമായിട്ടും യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടിയിലൂടെ ഒഴുകി തീർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു അവർക്കൊരു കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർമേഷൻ നടക്കുന്ന സ്റ്റേജ് ആണ് ഇവിടെ കാണുന്നത് എന്നുള്ളത്. അപ്പൊ സ്വയം ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് ആയിട്ട് അവരെ ഹീൽ ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ ഇതുവരെ അവർ നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും എടുക്കാതെ ഒരു കൺഫ്യൂഷൻ അടിച്ച് നിന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ താല്പര്യം കാണിക്കാതിരുന്നവരാണെങ്കിൽ പോലും ഇപ്പൊ അവര് ഒരു ഡിസിഷനിലേക്ക് വന്നിട്ടുണ്ട്. ആ ഒരു ഡിസിഷൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണെ ഇത്രയധികം കാര്യങ്ങളിലൂടെ ചിന്തിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് ഇവർ എത്രത്തോളം സ്വാർത്ഥപരമായിട്ടാണോ അന്ന് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത്, അതേപോലെ തന്നെ ഇപ്പൊ നിലവില് അതേ എനർജിയോട് കൂടി തന്നെയാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരു ഫുൾഫിൽമെന്റ് തന്നെയാണ് റിലേഷൻഷിപ്പിൽ ആഗ്രഹിക്കുന്നത്. അതും ലോങ് ടേം ആയിട്ട് നിങ്ങൾ അവരുടെ കൂടെ വേണം എന്നൊരു ആഗ്രഹം. വളരെ സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു വളരെ സ്ട്രക്ചർ ആയിട്ട് തന്നെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം. ഇങ്ങനെ ആടി ഉലയുന്ന സ്റ്റേജിലൂടെയോ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ നിരന്തരമായിട്ട് പ്രശ്നങ്ങളിലൂടെയോ ഒന്നും കൊണ്ടുപോകാതെ ഒരു നല്ല ക്ലാരിറ്റിയോട് കൂടിയുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്തി നിങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് പഴയ പോലെ തന്നെ തിരിച്ചു പിടിച്ചതിന് ശേഷം വീണ്ടും റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് കൊണ്ടുവരിക. അതും കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫർമേഷനിലൂടെ. ഇപ്പൊ എൻഡ് ആയി പോയൊരു ബന്ധമാണെങ്കിൽ പോലും അവിടെ നിന്നും അതിനൊരു ഉയർത്തെഴുന്നേൽപ്പാണ് അവർ ചിന്തിക്കുന്നത്. അപ്പൊ ഇത് വേണം എന്നൊരു ആഗ്രഹം തന്നെ മനസ്സിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പൊ നിങ്ങളെ ഒരിക്കലും പൂർണ്ണമായിട്ടും മറന്നു പോകാനോ ഉപേക്ഷിക്കാനോ തയ്യാറാകുന്നില്ല ഇവരുടെ മനസ്സ്, അല്ലെങ്കിൽ അവർക്കതിന് സാധിക്കുന്നില്ല. ആത്മാർത്ഥമായിട്ട് തന്നെ വീണ്ടും ഒരു ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ അവരുടെ മനസ്സിൽ നിങ്ങളോട് ചെയ്തിരിക്കുന്ന ആ ഒരു കുറ്റബോധമാണെങ്കിൽ ഒരു മുറിവായിട്ട് കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം, അവരിങ്ങനെയൊക്കെ ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം കൊണ്ട് തന്നെയായിരിക്കുമല്ലോ ചിന്തിച്ചിരിക്കുന്നത്. പ്രശ്നങ്ങള് കാര്യങ്ങള് പലതും നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളാണെങ്കിൽ ഇവരോട് ദേഷ്യവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കാം പ്രശ്നങ്ങൾ വന്ന സമയത്ത്. പക്ഷെ അതിന്റെയൊക്കെ ഉള്ളില് ഒരു ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ഒരു വഴിത്തിരിവായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ സ്പീഡായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കണം എന്നുള്ള രീതിക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യണം അതവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു എനർജിയാണ് അവർ ആ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലെ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത്. നിരന്തരമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ട് അവർ ഓരോ മെസ്സേജസ് നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ഉള്ള ബന്ധമാണെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും ഫീൽ ചെയ്യാൻ സാധിക്കും. ഇവരുടെ ഓരോ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ഇവർ ഓരോ മൂവ്മെന്റ്സ് ഇപ്പൊ ചെയ്യുന്നത് വളരെ പ്ലാനിങ്ങോട് കൂടിയാണ്. ഇനി ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത രീതിയിൽ ആദ്യം സ്വയമേ തന്നെ മാറിയിട്ട് ആക്ഷൻ എടുക്കുക. അല്ലാതെ നിങ്ങളെ വന്ന് ശരിയാക്കി നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം ഇവർ മാറാം എന്നുള്ള രീതിയല്ല. അവരുടെ എനർജിയിൽ ആദ്യമേ അവർ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ആ ഒരു മാറ്റങ്ങളിലൂടെ നിങ്ങളിലേക്ക് ആക്ഷൻ എടുക്കാനായിട്ട് തന്നെയാണ് തയ്യാറാവുന്നത്. അപ്പൊ നീതിപൂർവ്വം നിങ്ങളുടെ ബന്ധത്തിൽ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോൾ ഉള്ള ഈ ഒരു ആ ഒരു കറുത്ത മറയെ പൂർണ്ണമായിട്ടും ബ്രേക്ക് ത്രൂ ചെയ്യുക. അതിനെ പൂർണ്ണമായിട്ടും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരിക. അതും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെ ചിലപ്പോൾ കടന്നു വരും, വളരെ നിയറസ്റ്റ് ആയിട്ട് തന്നെ. കാരണം ആ ഒരു രീതി ഇവിടെ ഫാസ്റ്റ് എനർജി എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇവരിൽ നിന്ന് നിങ്ങൾക്കൊരു കോണ്ടാക്ട് പ്രതീക്ഷിക്കാം.
അതിപ്പോ ചിലപ്പോൾ നേരിട്ടായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ബ്ലോക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർ ഫോണിലെ ബ്ലോക്ക് ഒക്കെ മാറ്റി ചിലപ്പോൾ മെസ്സേജ് ആയിട്ടോ കോൾ ആയിട്ടോ ഒക്കെ തന്നെ ആയിരിക്കാം. അവരെന്തായാലും നിങ്ങളെ കണക്ട് ചെയ്യാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണെന്ന് കൂടെ ചെക്ക് ചെയ്യാം. M എന്നൊരു ലെറ്റർ, V എന്നൊരു ലെറ്റർ, 28, തിരുവോണം, 1990, 44, ഡിസംബർ മന്ത്, നവംബർ, again 44 വന്നിട്ടുണ്ട്. C എന്നൊരു ലെറ്റർ, സാജിറ്റേറിയസ് വന്നിട്ടുണ്ട് സോഡിയാക് സൈൻ. മകം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. മെയ് മന്ത്, വയനാട്, V എന്നൊരു ലെറ്റർ, D എന്നൊരു ലെറ്റർ, ചോതി, ട്രിവാൻഡ്രം. 30 ഡേയ്സ് കാണിക്കുന്നുണ്ട്, 30 ദിവസം. 30 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രതീക്ഷിക്കാം. ഏരീസ് എന്നൊരു സോഡിയാക് സൈൻ വന്നിട്ടുണ്ട്. 3 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഫെബ്രുവരി എന്നൊരു മന്ത് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ഒരു എനർജി നിങ്ങൾക്ക് കണക്ട് ആകുന്നവരാണെന്നുണ്ടെങ്കിൽ, ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും ഒക്കെ യൂണിവേഴ്സിനോട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് നമുക്ക് റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്. നാളെ നമുക്ക് വീണ്ടും നല്ലൊരു റീഡിംഗുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.